ഹായ്. ഇന്നത്തെ വീഡിയോ സ്വന്തം പ്രയത്നം കൊണ്ട് നമുക്ക് ഏത് നിലയിലും എത്താൻ സാധിക്കും. അതായത് നമ്മൾ ഏത് അവസ്ഥയിലാണെങ്കിലും പ്രയത്നിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ ഏത് ഉയർന്ന നിലയിലും എത്താൻ സാധിക്കും നമുക്ക് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്വന്തം പ്രയത്നം കൊണ്ട് ഉയർന്ന നിലയിലെത്തിയ ഒരു ഇൻഷുറൻസ് ജീവനക്കാരനാണ് മിസ്റ്റർ പാസ്. ഒരു ദിവസം അന്ധനായ ഒരു യാചകൻ അദ്ദേഹത്തെ സമീപിച്ച് വിൽക്കാൻ കൊണ്ടുവന്ന സിഗരറ്റ് ലൈറ്റിൽ ഒരെണ്ണം വാങ്ങണമെന്ന് കേണപേക്ഷിച്ചു. അയാൾക്കത് ആവശ്യമില്ലായിരുന്നു. എന്നിട്ടും അദ്ദേഹം $1 കൊടുത്ത് അത് വാങ്ങി. സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടി ഭിക്ഷക്കാരൻ എങ്ങനെയാണ് താൻ അന്ധനായത് എന്ന് ഈ പേഴ്സണോട് വിശദീകരിച്ചു. 14 വർഷം മുമ്പ് വെസ്റ്റ് ബെറിയിൽ വെച്ച് നടന്ന ഒരു വിഷവാതക ചോർച്ചയിൽ ആ സമയത്തുണ്ടായ തിക്കും തിരക്കിലും ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഒരു ബലവാനായ ഒരാളെ എന്നെ തള്ളിയിട്ട് എൻ്റെ ശരീരത്തിൽ ചവിട്ടിക്കൊണ്ട് കടന്നുപോയി. അവിടെ കിടന്ന് വിഷവാതകം ശ്വസിച്ചാണ് ഞാൻ അന്ധനായത് എന്ന് ഇദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ഇത് പറഞ്ഞപ്പോ യാചകൻ പ്രതീക്ഷിച്ചത് സഹതാപം കൊണ്ട് തനിക്ക് എന്തെങ്കിലും തരും എന്നാണ്. എന്നാൽ ഈ കഥ കേട്ടപ്പോ, ഈ അനുഭവം കേട്ടപ്പോ പാസിന് മനസ്സിലായി, ആ വിഷവാതക ചോർച്ചയിൽ ഓടി രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ശ്രമിച്ചപ്പോൾ എന്നെ തള്ളിയിട്ട് എൻ്റെ ശരീരത്തിലൂടെ ചവിട്ടി കടന്നുപോയ മാക്വർട്ടാണ് ഇത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അങ്ങനെ ഇത് തിരിച്ച് അങ്ങോട്ട് തന്നെ പാസൻ പറഞ്ഞപ്പോ മാക്വർട്ട് കാല് പിടിച്ച് കേണപേക്ഷിച്ച് പറഞ്ഞു, ഞാൻ അന്ധനാണ്, ഞാൻ പാവമാണ്, ഞാൻ യാചകനാണ്, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോ പാസൻ പറഞ്ഞു, ഞാനും അന്ധനാണ് എന്ന്. യഥാർത്ഥത്തിൽ ഒരേ സ്ഫോടനത്തിൽ ഒരേ അപകടത്തിൽ രണ്ടു പേർക്കും കാഴ്ച നഷ്ടപ്പെട്ടു. എന്നാൽ സ്വന്തം സ്വഭാവ മഹിമ കൊണ്ട് പ്രയത്നിച്ചിട്ട് ജീവിതത്തിലെ ഉന്നതിയിലെത്തി പാസൻ. എന്നാൽ കഠിനാധ്വാനം ചെയ്യാൻ കഴിയാതെ തൻ്റെ അന്ധത മറ്റുള്ളവരെ ചൂഷണം ചെയ്യാനുള്ള ഒരു മാർഗമായി ഉപയോഗിച്ച് മാക്വർട്ട് ഒരു ഭിക്ഷക്കാരനായി മാറുകയും ചെയ്തു. ദുർബലർക്ക് തടസ്സമാകുന്ന കരിങ്കല്ലുകൾ ശക്തന്മാർക്ക് ഉയരാനുള്ള പടികളായിരിക്കും എന്ന തോമസ് കാർലൈൻ്റെ വാക്ക് യാഥാർത്ഥ്യമാണെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. ശക്തമായ മനോഭാവവും സ്വഭാവ മഹിമയുമാണ് പാസനെ വിജയം നേടാൻ കാരണമാക്കിയത്. എന്നാൽ ദുഷിച്ച മനോഭാവവും മോശം സ്വഭാവവും ഈ മാക്വർട്ടിനെ ഭിക്ഷക്കാരനാക്കി മാറ്റി. മനുഷ്യന്റെ സ്വഭാവമാണ് അവന്റെ വിധി നിശ്ചയിക്കുന്നത്. നമുക്ക് നമ്മുടെ സ്വഭാവം മാറ്റി വിധിയെ മാറ്റാൻ ശ്രമിക്കാം. നിങ്ങളെ മഹത്വവൽക്കരിക്കാൻ വേണ്ടി നിങ്ങൾ ഇന്നു മുതൽ ഏത് സ്വഭാവമാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് എന്ന് കമൻറ്റിൽ അറിയിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.